KS പ്രിലിമിനറി പരീക്ഷയിൽ ചോദിച്ച മലയാളം ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 30 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. വസന്തർത്തു എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? വസന്ത പ്ലസ് അർത്തു, വസന്ത പ്ലസ് ഋതു, വസന്ത പ്ലസ് ഇർത്തു, വസന്ത പ്ലസ് ആർത്തു. ശരിയായ ഉത്തരം വസന്ത പ്ലസ് ഋതു, വസന്തർത്തു. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗമേത്? പാടിപ്പാടി, കാണെ കാണെ, നോക്കി നോക്കി, പോക പോകെ. ശരിയായ പദമെന്ന് പറയുന്നത് നോക്കി നോക്കി, ഓപ്ഷൻ സി നോക്കി നോക്കി. സമൃദ്ധി എന്ന പദം പിരിച്ചെഴുതുന്നതെങ്ങനെ? സാ പ്ലസ് ഋധി, സാ പ്ലസ് സ്മൃതി, സം പ്ലസ് വൃധി, സം പ്ലസ് ഋധി. ഇതിൻ്റെ ശരിയായ ഉത്തരം സം പ്ലസ് ഋധി. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രയോഗമേത്? പഴുത്ത ചക്ക, പച്ചച്ചക്ക, വറുത്ത ചക്ക, കൈതച്ചക്ക. ശരിയായ പ്രയോഗം വറുത്ത ചക്കയാണ്. കാറ്റ് എന്നർത്ഥം വരാത്ത പദമേത്? അനലൻ, അനിലൻ, പവനൻ, സദാഗതി. കാറ്റ് എന്ന അർത്ഥം വരാത്ത പദമെന്ന് പറയുന്നത് അനലനാണ്. വേറിട്ട പദജോടി ഏത്? ഇരിക്കണം, ഇരിക്കണം, വിലക്ക്, വിലയ്ക്ക്, കടയ്ക്കൽ, കടയ്ക്കൽ, വടക്ക്, വടയ്ക്ക്. ഇതിൻ്റെ ഉത്തരം ഇരിക്കണം, ഇരിക്കണം. തെറ്റായ പദമേത്? ചെലവ്, പ്രദിശണം, പ്രവൃത്തി, ചെമപ്പ്. പ്രദിശണം എന്നെഴുതിയിരിക്കുന്നതാണ് തെറ്റ്. ശരിയായ പ്രയോഗമേത്? ദൈനംദിന ആവശ്യം, വീണ്ടും പുനരാലോചന, അജഗജാന്തര വ്യത്യാസം, ഇടതൂർന്ന നിബിഡവനം. ശരിയായ പ്രയോഗം എന്ന് പറയുന്നത് ദൈനംദിന ആവശ്യം എന്നുള്ളതാണ്. ശരിയായ പദമേത്? പീഡനം, ഹാർദവം, അടിമത്തം, യാദൃശികം. ഇവിടെ ശരിയായ പദം ഓപ്ഷൻ ഡി യാദൃശികമാണ്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ പരകീയമല്ലാത്ത മലയാള പദമേത്? കടലാസ്, ആറ്റം, ഋഷഭം, കടൽ. കടലാണ് ശരി ഉത്തരം. 81ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തതാണ്. കില്ലിലയെ ഭ്രമരവര്യനെ നീ വരിച്ചു, തെല്ലെങ്കിലും ശലഭമേനിയെ മാനിയാതെ. ഈ വരികളിൽ വണ്ട് എന്നർത്ഥം വരുന്ന പദമേത്? കില്ല്, ശലഭം, വര്യൻ, ഭ്രമരം. ഭ്രമരമാണ് വണ്ട് എന്നർത്ഥം വരുന്ന പദം. പുരോഗതി എന്ന പദത്തിൻ്റെ ഏറ്റവും അനുയോജ്യമായ വിപരീത പദമേത്? പരഗതി, ഊർധ്വഗതി, അധോഗതി, പശ്ചാത്ഗതി. ശരിയായ ഉത്തരം പശ്ചാത്ഗതിയാണ് പുരോഗതിയുടെ വിപരീത പദം. അറിയാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമേത്? ജിജ്ഞാസു, ജിജ്ഞാസ, ജിജ്ഞാലു, ജിജ്ഞാനം. ഇവിടെ ശരിയായ ഉത്തരം ജിജ്ഞാസ. ജനനം മുതൽ മരണം വരെ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റപ്പദം. ആജന്മം, ആജീവനാന്തം, ആജീവനാംശം, ആജന്മാന്തരം. ഇവിടെ ശരിയായ ഉത്തരം ആജീവനാന്തം എന്നതാണ്. വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദമേത്? വിദ്വവതി, വിദൂഷിണി, വിദുഷി, വിദ്വി. ഇവിടെ ശരിയായ ഉത്തരം വിദുഷിയാണ്. വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം വിദുഷിയാണ്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ബഹുവചനാർത്ഥമില്ലാത്തതേത്? സ്വാമിമാർ, പുലികൾ, അവർകൾ, നോട്ടങ്ങൾ. ഇവിടെ ബഹുവചനാർത്ഥം ഇല്ലാത്തത് അവർകളാണ്. ജലം എന്ന അർത്ഥം വരുന്ന പദമേത്? വനം, കുമുദം, നീരജം, ഗതം. ജലം എന്നർത്ഥം വരുന്ന പദം വനമാണ്. ആധുനികതയ്ക്ക് ശേഷം അതിൻ്റെ തന്നെ പ്രവണതകളെ നിലനിർത്തിക്കൊണ്ട് ഉത്തരാധുനികമായതു കണ്ടെത്താൻ ശ്രമിക്കുന്ന സാഹിത്യ പഠന മേഖലയിൽ ഘടനാവാദികൾ തുറന്നിട്ട പരിഷ്കാര നടപടികൾ എന്നും പ്രസക്തമാണ്. ഈ വാക്യത്തിലെ പ്രധാന ആശയം എന്താണ്? ആധുനികതയ്ക്ക് ശേഷം പഠന മേഖലയിൽ പരിഷ്കാരങ്ങൾ വന്നു. ആധുനികതയ്ക്ക് ശേഷം ഉത്തരാധുനിക സാഹിത്യ പ്രവണതകൾ പ്രസക്തമായി. ഉത്തരാധുനികമായത് കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് പരിഷ്കാരം. സാഹിത്യ പഠന മേഖലയിൽ ഘടനാവാദികളുടെ പരിഷ്കാര നടപടികൾ പ്രസക്തമാണ്. ഈ വാക്യത്തിൻ്റെ പ്രധാന ആശയം എന്ന് പറയുന്നത് സാഹിത്യ പഠന മേഖലയിൽ ഘടനാവാദികളുടെ പരിഷ്കാര നടപടികൾ പ്രസക്തമാണ് എന്നതാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? ആവിഷ്കാരമാകുന്ന സ്വാതന്ത്ര്യം, ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാരവും സ്വാതന്ത്ര്യവും, ആവിഷ്കാരമോ സ്വാതന്ത്ര്യമോ. ശരിയായ ഉത്തരം ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം. ഞായറോടൊപ്പം ഉണർന്നു ഞാൻ. ഈ വരികളിലെ ഞായർ എന്ന പദത്തിനർത്ഥം
സൂര്യൻ, നെൽച്ചെടി, പകൽ, പൂക്കൾ. സൂര്യൻ എന്നാണ് ഈ ഞായറിൻ്റെ അർത്ഥം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യമേത്? അയാൾ എന്നും വൈകുന്നേരം പതിവായി ലൈബ്രറിയിൽ പോകാറുണ്ടായിരുന്നു. പെട്ടെന്നുണ്ടായ ആകസ്മിക സംഭവം കൊണ്ടാണ് ലഹള പൊട്ടിപ്പുറപ്പെട്ടത്. മന്ത്രി ഇന്നലെ കളക്ടറും അപകടസ്ഥലം സന്ദർശിച്ചു. രക്ഷകർത്താക്കൾ അയാളെ വിദ്യാഭ്യാസമൊന്നും ചെയ്യിച്ചില്ല. ഇവിടെ ശരിയായ വാക്യമെന്ന് പറയുന്നത് രക്ഷകർത്താക്കൾ അയാളെ വിദ്യാഭ്യാസമൊന്നും ചെയ്യിച്ചില്ല എന്നതാണ്. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നതിന് സമാനമായി ഔദ്യോഗിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മലയാള പദമേത്? നിരവലംബ പത്രം, പരിപത്രം, നിരാക്ഷേപ പത്രം, നിരപേക്ഷാ പത്രം. ശരിയായ ഉത്തരം നിരാക്ഷേപ പത്രമാണ്. അന്യത്ര സേവനം എന്നതിന് സമാനമായ ഇംഗ്ലീഷ് പദമേത്? വർക്കിംഗ് അറേഞ്ച്മെൻറ്റ്, ഡെപ്യൂട്ടേഷൻ, ഡ്യൂട്ടി ഷിഫ്റ്റ്, അതർ ഡ്യൂട്ടി. ഇവിടെ ശരിയായ ഉത്തരം ഡെപ്യൂട്ടേഷനാണ്. തീയില്ലാതെ പുകയില്ല എന്ന ശൈലിയുടെ അർത്ഥം? കാര്യവും കാരണവും പരസ്പരാശ്രിതമാണ്. കാര്യകാരണങ്ങൾക്ക് സ്വാഭാവിക നിലനിൽപ്പുണ്ട്. കാരണത്തിൻ്റെ കാര്യവും കാര്യത്തിൻ്റെ കാരണവും വ്യത്യസ്തമാണ്. കാര്യകാരണങ്ങൾക്ക് പ്രാചീനത്വമുണ്ട്. ഇവിടെ ശരിയായ ഉത്തരം കാര്യവും കാരണവും പരസ്പരാശ്രിതമാണ് എന്നതാണ്. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ എന്ന പഴഞ്ചൊല്ല് കൊണ്ട് അർത്ഥമാക്കുന്നത്? അതിബുദ്ധിയുള്ളവർക്ക് കഠിന പ്രയത്നം ആവശ്യമില്ല, സ്ഥിരോത്സാഹിക്ക് നിരന്തരമായ പരിശീലനം ആവശ്യമില്ല, നിരന്തരമായ പ്രയത്നം വിജയത്തിലെത്തിക്കും, റോമാ സാമ്രാജ്യം നിർമ്മിച്ചത് ഒരു ദിവസമല്ല. ഇവിടുത്തെ ശരിയായ ഉത്തരം നിരന്തരമായ പ്രയത്നം വിജയത്തിലെത്തിക്കും എന്നതാണ്. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. ഈ ചൊല്ലിന് ഏറ്റവും സമാനമായ മലയാളത്തിലെ പഴഞ്ചൊല്ലേത്? ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, നിത്യാഭ്യാസി ആനയെടുക്കും, പയ്യെ തിന്നാൽ പനയും തിന്നാം. ഇവിടെ ശരിയായ ഉത്തരം വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ തെറ്റായ ഭാഗമേത്? മലയാളത്തിലെ പ്രശസ്ത കവിയായ കുഞ്ഞിരാമൻ നായരുടെ ഷഷ്ടി പൂർത്തിയോടനുബന്ധിച്ചാണ് ആറ്റൂർ രവിവർമ്മ തൻ്റെ മികച്ച കവിതകളിലൊന്നായ മേഘരൂപൻ എഴുതിയത്. ഇവിടെ തെറ്റായ ഭാഗമേതാണെന്നാണ് ചോദ്യം. തൻ്റെ മികച്ച കവിതകളിലൊന്നായ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് മലയാളത്തിലെ പ്രശസ്ത കവിയായ മേഘരൂപൻ എഴുതിയത്. ഇവിടെ തെറ്റായിട്ട് വരുന്നത് ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് എന്ന ഭാഗമാണ്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയതിനാൽ അവനെ താൽക്കാലികമായി ജോലിയിൽ നിന്നും മാറ്റി നിർത്തുന്നു. ഈ വാക്യത്തിന് ശരിയായ വിവർത്തനം ഏതാണ്? ഹീ ഈസ് ടെമ്പററിലി സസ്പെൻഡഡ് ഫ്രം വർക്ക് ഡ്യൂ ടു ഡീറെലക്ഷൻ ഓഫ് ഒഫീഷ്യൽ ഡ്യൂട്ടി. He is suspended from work due to negligence in the performance of duty. He is temporarily avoided from work due to negligence of official duty. He was suspended from work due to dereliction of official duties. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. He is temporarily suspended from work due to dereliction of official duty. സാമാന്യം എന്ന പദത്തിൻ്റെ വിപരീത അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത്? സങ്കീർണം, വിസാമാന്യം, കേവലം, വിശേഷം. സാമാന്യം എന്നതിൻ്റെ വിപരീതാർത്ഥം വിശേഷം എന്നതാണ്.